എല്ലാവർക്കും നമസ്കാരം. ലൂസിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എയർ ഫ്രയറിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാലമായിട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സംഗതിയായിരിക്കും ഈ എയർ ഫ്രയറിനെ പറ്റിയിട്ട്. അല്ലെങ്കിൽ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ മലയാളികൾ എയർ ഫ്രയർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടെന്ന് പറയാം. പല ഇൻഫ്ലുവൻസേഴ്സും പറയുന്നത് എയർ ഫ്രയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരും എന്നാണ്. എയർ ഫ്രയർ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് പലഹാരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീപ് ഫ്രൈയോ വല്ലതും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്രിലമൈഡ് എന്ന് പറഞ്ഞ ഒരു വസ്തു ഉണ്ടാവും, അത് വളരെ ടോക്സിക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം. എന്താണ് എയർ ഫ്രയർ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിനകത്ത് കുക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് സാധാരണ കുക്കിംഗ് എന്താണ്? നമ്മൾ സാധാരണ എന്തൊക്കെയാണ് കുക്ക് ചെയ്യാറ്? ഒന്നുകിൽ ഭക്ഷണം നമുക്ക് തിളപ്പിക്കുക അല്ലെങ്കിൽ ബോയിൽ ചെയ്യുക, വേവിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടാണ്. വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ അതിനകത്ത് വസ്തുക്കൾ ഇട്ടിട്ട് ഇപ്പം ചീനി പുഴുങ്ങിയെടുക്കുന്നു. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ തന്നെ നമ്മൾ മീൻ പൊരിക്കാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ എണ്ണയിലിട്ട് പൊരിക്കാറുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രധാനമായിട്ടും ഈ റോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്നത് ഒരു മൈലാർഡ് റിയാക്ഷൻ എന്നാണ്. ഈ മൈലാർഡ് റിയാക്ഷൻ പറയുന്നതിന് മുമ്പ് ആദ്യം മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയായിരിക്കും, കേക്കിനൊക്കെ ഒരു ബ്രൗൺ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കും, അല്ലെങ്കിൽ കാരമലൈസ് ചെയ്യുക എന്ന് പറയും. കാരമലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഷുഗർ മാത്രം മതി. ഷുഗർ മാത്രം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം തീക്കകത്ത് കാണിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് എടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ കാരമലൈസ് ചെയ്ത് ബ്രൗൺ കളർ വരാം. ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചസാര മാത്രമാണ്, അതിനകത്ത് മധുരം കാണും, ഒരു കരിഞ്ഞ പഞ്ചസാരയുടെ ടേസ്റ്റ് ആയിരിക്കും. അതാണ് കാരമലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ മൈലാർഡ് റിയാക്ഷൻ അതിൽ നിന്ന് വ്യത്യാസമാണ്. അവിടെ പഞ്ചസാര മാത്രം പോരാ, അമിനോ അമ്ലങ്ങൾ അല്ലെങ്കിൽ അമിനോ ആസിഡ്സും കൂടി വേണം. അമിനോ ആസിഡ്സും പഞ്ചസാരയും ഉണ്ടായാൽ മാത്രം പോരാ, ഒരു 140 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മുകളിൽ അതിനെ ചൂടാക്കിയാൽ മാത്രമേ നമുക്ക് മൈലാർഡ് റിയാക്ഷൻ നടക്കുകയുള്ളൂ. ഇവ എന്തിനാണ് മൈലാർഡ് റിയാക്ഷനെ പറ്റി പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചിക്കനോ ടർക്കിയോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്ത എന്തെങ്കിലും ബ്രെഡോ ഈവൻ ചപ്പാത്തിയോ ഒക്കെ കഴിക്കുമ്പോൾ അതിനകത്ത് മുരുമുരാന്ന് വരുന്ന ആ റോസ്റ്റ് ചെയ്ത ആ സാധനത്തിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കൊടുക്കുന്നത് ഈ മൈലാർഡ് റിയാക്ഷനാണ്. അത് കെമിസ്ട്രിയാണ്. പക്ഷേ എന്താണ് ആ ടേസ്റ്റ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടെങ്കിൽ നമുക്ക് ആ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ്. നല്ല മുരുമുര എന്നുള്ള എല്ലാ വസ്തുക്കൾക്കും ഉള്ളതാണ്. അപ്പോൾ വെള്ളം കൊണ്ട് നമുക്ക് ഒരിക്കലും ഫ്രൈ ചെയ്യാൻ പറ്റില്ല. വെള്ളം കൊണ്ട് നമുക്ക് തിളപ്പിക്കാനും പുഴുങ്ങാനും ഒക്കെ പറ്റുള്ളൂ. കാര്യം വെള്ളം 100 ഡിഗ്രി ആകുമ്പോൾ തിളച്ചു പോകും. പിന്നെ ടെമ്പറേച്ചർ കൂടില്ല, പകരം അത് എന്താ പറയുക, അതിനെ തിളപ്പിക്കുന്നതിന് കൂടുതൽ ഊർജ്ജം ബോയിലിംഗ് എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് ടെമ്പറേച്ചർ കൂട്ടിയെടുക്കാൻ പറ്റില്ല. അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണെന്നുണ്ടെങ്കിൽ അത് 100 ഡിഗ്രി തന്നെ നിൽക്കും. എണ്ണയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ കൂട്ടാം, അതിനുശേഷം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ മൈലാർഡ് റിയാക്ഷൻ 140 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് ശേഷമേ നടക്കുള്ളൂ, അതിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ഗുണം. ഈ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യുമ്പോഴും എന്താണ് പ്രധാന വ്യത്യാസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എയർ ഫ്രയറിലാണല്ലോ എല്ലാവരും പറയുന്നത് ഈ ആക്രിലമൈഡ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്രിലമൈഡ് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്, നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. ഈ വറുക്കുകയും പൊരിക്കുകയും ചെയ്യുന്ന എല്ലാ സ്ഥലത്തും, അതായത് മൈലാർഡ് റിയാക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു ബൈ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ ആക്രിലമൈഡ് ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ഈ മൈലാർഡ് റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് ആ ഒരു പറഞ്ഞ ഫ്ലേവർഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കൂട്ടത്തിലുണ്ടാകുന്ന ഒരു സംഗതിയും കൂടിയാണ് ഈ ആക്രിലമൈഡ്. ആക്രിലമൈഡ് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളിൽ അല്ലെങ്കിൽ എലികളിൽ ഒക്കെ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ പലതരത്തിലുള്ള ട്യൂമറുകൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഈ ആക്രിലമൈഡ് മാത്രം എടുത്തതിന് ശേഷം ഈ പറയുന്ന ജീവികളിൽ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതും വളരെ വലിയ ക്വാണ്ടിറ്റി, അതായത് 12,000 മൈക്രോഗ്രാംസ് ഒക്കെ എടുത്ത് ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എലികളിൽ മുഴകൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ആക്രിലമൈഡ് ക്യാൻസർ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ പഠനങ്ങൾ കാണിക്കുന്നത് മൃഗങ്ങളിൽ ആക്രിലമൈഡ് ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യനിൽ ഉണ്ടാക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മെറ്റബോളിസവും പാത്വേയൊക്കെ വ്യത്യാസമാണ്. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു സംഗതിയുണ്ട്, എല്ലാവരും വെളുക്കാനായിട്ട് തേക്കുന്ന ഒരു സാധനം ഗ്ലൂട്ടതയോൺ. നമ്മൾ തന്നെ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗ്ലൂട്ടതയോണൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള മെറ്റബോളിക് പാത്വേ ആണ് മനുഷ്യനുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എലികളിലുള്ളതുപോലത്തെ റിയാക്ഷൻ അല്ല നടക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. അതായത് മൈലാർഡ് റിയാക്ഷൻ നടക്കുന്നത്, ഞാൻ പറഞ്ഞു അമിനോ ആസിഡ്സും അതുപോലെ എന്താണ് ഷുഗേഴ്സും രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രം. ഷുഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രക്ടോസ്, സുക്രോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഒക്കെ പറഞ്ഞാൽ നമ്മൾ സ്ഥിരം പഞ്ചസാര അല്ലെങ്കിൽ മധുരം എന്ന് പറയുന്ന എല്ലാ വസ്തുക്കളുടെയും കാര്യമാണ് പറയുന്നത്. അതും വേണം, അമിനോ ആസിഡ്സും വേണം. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മൈലാർഡ് റിയാക്ഷൻ നടക്കുള്ളൂ. അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് ആക്രിലമൈഡ് എന്ന് പറയുന്നത്. ഇത് എന്താ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പഠനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് എന്താണ്? ആക്രിലമൈഡ് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് വെച്ചാൽ യെസ്, ആക്രിലമൈഡ് എന്ന് പറയുന്നത് ഒരു ജീനോ ടോക്സിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് പ്രത്യേകിച്ച് ഡോസ് സ്പെസിഫിക് അല്ലെങ്കിൽ പോലും പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു സാധനമാണ് എന്ന് വേണമെങ്കിൽ പറയാം.
പക്ഷെ മൃഗങ്ങളിലൊക്കെ കാണുന്ന ഡോസിനനുസരിച്ച് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, എത്രത്തോളം ആക്രിലമൈഡ് കഴിക്കാം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യൻ കഴിക്കുന്നത് ഇപ്പോൾ എണ്ണയിൽ വറുക്കുമ്പോൾ തന്നെ കഴിക്കുന്നത് ഒരു 0.3 മൈക്രോഗ്രാം മുതൽ 0.8 മൈക്രോഗ്രാം വരെയൊക്കെയാണ് ഒരു മനുഷ്യൻ ദിവസം കഴിക്കുന്നത്. ഇതിനകത്ത് എയർ ഫ്രയറിനെ പറ്റി പേടിക്കുന്ന ആളുകൾ പോലും ആക്ച്വലി സിഗരറ്റ് വലിക്കുന്നവരായിരിക്കും. ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ തന്നെ നമ്മുടെ സാധാരണ ഡെയിലി ഡോസിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ആക്രിലമൈഡ് ഉള്ളിൽ ചെല്ലും എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് പോലും എയർ ഫ്രയറിനാണ് പേടി. അപ്പോൾ നമ്മൾ സാധാരണ എയർ ഫ്രയർ ഇല്ലാതെ തന്നെ വീട്ടിൽ എന്തെങ്കിലും വറുത്തോ പൊരിച്ചോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് ആക്രിലമൈഡ് ഉണ്ട്. ഈ ആക്രിലമൈഡ് എന്ന് പറയുന്നത് ഒരു ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ ഒരു 0.8 മൈക്രോഗ്രാംസ് ഒക്കെ മാത്രമേ വരാറുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് എലികളിൽ കൊടുത്ത ഡോസ് വെച്ച് നോക്കുകയാണെങ്കിൽ 12,000 മൈക്രോഗ്രാമാണ്. അവരെ ഫോഴ്സ് ഫീഡ് ചെയ്യുകയാണ്, ഇത് മാത്രം കൊടുക്കുകയാണ്. ഒന്നീ വെള്ളത്തിൽ കലക്കിയോ അവർക്ക് ഇത് മാത്രമായിട്ടോ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുണ്ടാവണം എന്നുണ്ടെങ്കിൽ എപ്പോഴാണ്, ഇപ്പോൾ സ്റ്റാർച്ച് ഉള്ള വസ്തുക്കൾ, ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവും. ഇതുപോലെയുള്ള സ്റ്റാർച്ച് ഉള്ള സാധനം വറുക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ആക്രിലമൈഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി എലികളിൽ കൊടുത്ത ഡോസ് മനുഷ്യനില്ല, ഞാൻ പറഞ്ഞു മനുഷ്യന് 0.8 മൈക്രോഗ്രാം ഒക്കെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഇനി എലികളിൽ കൊടുത്ത അതേ ഡോസ് മനുഷ്യനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ 450 കിലോഗ്രാം ചപ്പാത്തി കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ മാവിൻ്റെ ചപ്പാത്തി കഴിക്കേണ്ടി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചപ്പാത്തിയിൽ ഒരു 0.8 മൈക്രോഗ്രാം ഒക്കെയാണ് ആക്രിലമൈഡ് ഉണ്ടാവാറ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 15,000 ചപ്പാത്തി ഒരു ദിവസം കഴിച്ചാൽ മാത്രമാണ് നമ്മൾ ഈ പഠനത്തിൽ കണ്ട എലികളുടെ ഡോസ് വരേണ്ടത്. ഈ സ്മോക്കേഴ്സിന് ഞാൻ പറഞ്ഞല്ലോ, സാധാരണ നമ്മുടെ ഡയറ്ററി ഇൻടേക്കിനേക്കാൾ കൂടുതലാണ് ഒരു സിഗരറ്റ് വലിച്ചാൽ പോലും ഉണ്ടാകുന്ന ആക്രിലമൈഡ്. എന്നിട്ട് പോലും സിഗരറ്റ് വലി കൊണ്ട് ക്യാൻസർ ഉണ്ടാവും, ലങ് ക്യാൻസർ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുള്ള സാധ്യതയെക്കുറിച്ചിട്ട് നമുക്കറിയാം. പക്ഷേ എന്നിട്ട് പോലും ഈ ആക്രിലമൈഡ് സിഗരറ്റ് വലിക്കുമ്പോൾ ഉള്ള ആക്രിലമൈഡിന്റെ ക്വാണ്ടിറ്റിയുമായിട്ട് ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു കോറിലേഷൻ ഇന്ന് വരെ ഒരു പഠനത്തിലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പഠനങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ പല ഡോക്ടേഴ്സ് തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട് ആക്രിലമൈഡൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് എയർ ഫ്രയർ ഉപയോഗിക്കുന്നത്. സാധാരണ നിങ്ങൾ ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആക്രിലമൈഡിനേക്കാൾ വളരെ കുറവാണ് എയർ ഫ്രയറിൽ ഉണ്ടാകുന്നത്. ഇനി എയർ ഫ്രയറിൻ്റെ പ്രിൻസിപ്പിൾ കൂടെ ഞാനൊന്ന് പറയാം. എയർ ഫ്രയറിൽ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ 3 തരത്തിലാണ് ചൂടുണ്ടാവാറ്. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ തമ്മി തൊട്ടിരിക്കുമ്പോൾ ഒരു മോളിക്യൂൾ അപ്പുറത്തെ മോളിക്യൂളിലേക്ക് ചൂട് കൈമാറുന്ന ഒരു രീതി, അതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ കൺവെക്ഷൻ, വെള്ളമൊക്കെ തിളയ്ക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പോകുന്ന കൺവെക്ഷൻ കറൻസ് എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. പിന്നെ റേഡിയേഷൻ, ഈ 3 തരത്തിലാണ്. ഇതിൽ കൺവെക്ഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള അവനിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെയുള്ള സംഗതി തന്നെയാണ്. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, ഒരു ഹീറ്റ് ചെയ്ത ഒരു എലമെന്റിനകത്തുകൂടി ഫാൻ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ച് ബ്ലോ ചെയ്ത് കൺവെക്ഷൻ കറൻസ് ഉണ്ടാക്കി ഫ്രൈ ചെയ്യുന്നത്. അതായത് 160 180 ഡിഗ്രിയിൽ ചൂടുള്ള ഒരു കോയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അതേ പ്രശ്നമില്ല, വെള്ളം 100 ഡിഗ്രി തിളച്ചു പോകും. ഇത് നിങ്ങൾക്ക് 160 170 ഡിഗ്രിയിലുള്ള ചൂട് അതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഈ പറഞ്ഞതുപോലെ മൈലാർഡ് റിയാക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എയർ ഫ്രയർ ചെയ്യുന്നത്. അല്ലാതെ എയർ ഫ്രയർ വേറെ പ്രശ്നമുള്ള കാര്യമല്ല. സാധാരണ എണ്ണയിൽ ഉണ്ടാകുന്നതിനേക്കാൾ കുറവ് ആക്രിലമൈഡ് മാത്രമേ എയർ ഫ്രയറിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ എയർ ഫ്രയർ ഉപയോഗിക്കുന്നതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എയർ ഫ്രയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, എനിക്ക് സത്യം പറഞ്ഞാൽ എയർ ഫ്രയർ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്, എനിക്ക് ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എയർ ഫ്രയർ ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്നെങ്കിൽ ഉപയോഗിക്കാം. എയർ ഫ്രയർ ക്യാൻസർ ഉണ്ടാവും എന്ന് പറഞ്ഞ് എയർ ഫ്രയർ ഉപയോഗിക്കാതിരിക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഇത്രയും പറയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതലായിട്ടുള്ള ഇതുപോലെ ശാസ്ത്ര വിഷയങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൂസി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.